എന്ത് ബിരിയാണിയാ? വെറൈറ്റി ജക്കപ്പൊക്കെ റാവുത്തർ ബിരിയാണി. റാവുത്തർ ബിരിയാണി ഞങ്ങളുടെ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി. ഹലോ എവരിവൺ, വെൽക്കം ടു ജഗബൊഗ ബിരിയാണി വ്ളോഗ്. അപ്പം ഞങ്ങളൊരു റാവുത്തർ സ്റ്റൈൽ ബിരിയാണി, അതായത് പാലക്കാടിൻ്റെ സ്പെഷ്യൽ റാവുത്തർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊരു വ്ളോഗായി നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിലെ മാസ്റ്റർ ഷെഫ് മിസ്റ്റർ രതീഷ്. ഫിൽമയുടെ നെയ്യ് സൗണ്ടിൽ പറ, എന്നാലേ കേൾക്കുള്ളൂ. അത് വിടും, നിങ്ങളുടെ സൗണ്ട് കിടും. നിങ്ങൾക്ക് ഈ വ്ളോഗിൽ എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ക്യാമിയോ റോളേ ഉള്ളൂ. ഫുൾ ആൻഡ് ഫുൾ കുക്കിംഗ് മിസ്റ്റർ രതീഷാണ്. ഞങ്ങളുടെ വീട്ടിലത്തെ ബിരിയാണി മാസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റാവുത്തർ സ്റ്റൈൽ, കേരള സ്റ്റൈൽ, മലബാർ സ്റ്റൈൽ, എല്ലാ തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ നെയ്യിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം ബിരിയാണിക്കുള്ള സ്പൈസസ് ആഡ് ചെയ്യണം. അപ്പോൾ സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി വഴറ്റി പച്ചമണം മാറണം, അതുവരെ ഇളക്കണം. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്തത് 4 സവോള ചെറുതായി അരിഞ്ഞത്. ഞങ്ങൾ ഈ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആ ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ബിരിയാണിയുടെ ഇടയിൽ കൂടെ കുറച്ച് ഐസ്ക്രീം. ഈ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം പോലെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേശ്ശെ ഐസ്ക്രീം അകത്താക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല കളർ കിട്ടും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നമ്മളത് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് നോർമൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ എന്താ, ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ബിരിയാണി കട്ടോ, നോർമൽ കട്ടോ, അല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ടോ, അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഈ മസാലയിലൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആക്ച്വലി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ, സോ അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ഓതൻറ്റിക് പാലക്കാടൻ റാവുത്തർ ബിരിയാണിയാണെന്ന് വെച്ചാൽ അല്ല, ഇത് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. തൈര് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം. ശരിക്കും ഈ ഗരം മസാലയ്ക്ക് പകരം സ്പൈസസ് അപ്പം തന്നെ പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണിക്കൊരു സൈഡ് ഡിഷിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ ചുക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇതിൽ ഞാനിത് ഉണ്ടാക്കുന്ന കുറച്ച് പോർഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഈ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മലബാർ ബിരിയാണിയെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം റാവുത്തർ സ്റ്റൈൽ അല്ലെങ്കിൽ തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണികളോടാണ്. അവിടെ മുടി അരിഞ്ഞു നോക്കട്ടെ. ബിരിയാണി ഉണ്ടാക്കുന്ന ആവേശത്തിൽ ചെറുതായിട്ട് കൈത്തെ രോമങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞു പോയി. പക്ഷേ കുഴപ്പമില്ല, സാഹസികമായ ബിരിയാണിയാണ്. ഈ കോപ്പയ്ക്ക് 2 കോപ്പ അരി. നമ്മൾ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. സോ 2 കോപ്പ അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോപ്പ വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക്.
അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കൂട്ടൊക്കെ ഇങ്ങനെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഈ അരി നന്നായി ഒന്ന് വറുത്തിട്ട് അതിന് ശേഷം വെള്ളം ഒഴിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും അരിയും വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഒഴിക്കാറ്. ഈ ബിരിയാണിയിൽ നമ്മൾ ഉപ്പിടുമ്പല്ലേ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ നിൽക്കണം, എന്നാലാണ് റൈസും കുക്കായി വരുമ്പോൾ നല്ല പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഉപ്പ് നോക്കി, ഉപ്പ് ഒരു ലേശം കുറവായിരുന്നു, അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫൈനലി 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാമായി. ഇനിയിപ്പോൾ ബിരിയാണി ഒന്ന് അടച്ച് വെച്ച് ഈ അരി ഒന്ന് നന്നായി തിളച്ച് വരണം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൈഡ് ഡിഷിൻ്റെ കാര്യം, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ ചുക്കയുടെ റെസിപ്പി നല്ല അടിപൊളിയാണ്. എല്ലാവരും അതൊന്നും കയറി നോക്കണം, ഉണ്ടാക്കി നോക്കണം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇങ്ങനെ ഒരു ഹാഫ് കുക്ക് പരുവത്തിലായിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഏകദേശം ഒന്നും ആയിക്കഴിഞ്ഞാൽ അത് അടച്ച് വെച്ച് ദമ്മിടാം. നമ്മൾ ദമ്മിടുന്നൊരു രീതി നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയൊന്നുമല്ല. ഞങ്ങൾ അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വെയിറ്റ് വെക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ ഓപ്പൺ ചെയ്യാറുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയുടെ സൈഡ് ഡിഷ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നീണ്ട 20 മിനിറ്റ്സിന് ശേഷം നമ്മൾ ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഇളക്കുമ്പോൾ നമ്മളങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ വേണം ഇളക്കിയെടുക്കാൻ. അപ്പം ഞങ്ങളുടെ ബിരിയാണി സെറ്റായിരുന്നു. അധികം എരിവൊന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പം ബിരിയാണി റെഡി, ചിക്കൻ ചുക്ക റെഡി. അച്ഛൻ ടേസ്റ്റിയർ ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ആദ്യം ബിരിയാണി ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ചിക്കൻ ചുക്ക, സാലഡും എല്ലാം കൂട്ടിയിട്ടാണ് അച്ഛൻ ടേസ്റ്റ് ചെയ്യുന്നത്. ചിക്കൻ ചുക്ക ഒരു അപാര സംഭവം തന്നെയായിരുന്നു കേട്ടോ. സൂപ്പർ. ചിക്കൻ എങ്ങനെയുണ്ട്? ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമും പിന്നെ ഒരു ഗുലാബ് ജാമുനും കൂടെ കഴിച്ചിട്ട് അങ്ങ് നിർത്തി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.